ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇത് ഒരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. പുറപ്പാട് 2:6. നൈൽ നദിയിൽ നിന്ന് ഫറോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മോശക്കുഞ്ഞ് മാറ്റപ്പെടുകയാണ്. വധിക്കപ്പെടേണ്ട പൈതങ്ങളുടെ ഗണത്തിൽ നിന്നും രാജകുമാരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിന് കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കണമായിരുന്നു. ഉയർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും മുമ്പ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാനിടയാകുന്നത് സാധാരണയാണ്. അപ്പോൾ നാം അന്ധാളിക്കരുത്. മോശക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് രാജകുമാരി അവനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ആ രോദന ശബ്ദം രാജകുമാരിയുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആവശ്യമായിരുന്നു. കണ്ണുനീരിന്റെ കടവിൽ ഇറങ്ങിയാണ് അനുഗ്രഹത്തിന്റെ നാട്ടില് എത്തുന്നത്. ഒരു ബാലൻ കുളക്കരയിലിരുന്ന് കളിവഞ്ചി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് വള്ളം അവനെത്താത്ത ദൂരത്തേക്ക് മാറിപ്പോയി. വള്ളത്തെ നോക്കി വിഷാദിച്ചു നിൽക്കുമ്പോൾ അവന്റെ ഒരു സ്നേഹിതൻ അവിടെ വന്ന് അയാൾ കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് എറിയുവാൻ തുടങ്ങി. കളിത്തോണിയുടെ അടുത്ത് കല്ലുകൾ വീഴുന്നത് കണ്ട ബാലന് അത് അരോചകമായി തോന്നി. പക്ഷേ കല്ലുകൾ തോണിയുടെ അപ്പുറത്തായിരുന്നു വീണത്. കല്ലുകൾ വീഴുമ്പോഴുണ്ടാകുന്ന ഓളങ്ങൾ വള്ളത്തെ കരയിലേക്ക് അടുപ്പിച്ചു. കുറച്ചു സമയം കൊണ്ട് ബാലന് വള്ളം തിരിച്ചു കിട്ടി. പ്രയാസങ്ങളാകുന്ന തിരമാലകൾ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സഹായിക്കുന്നു. മുടിയനായ പുത്രൻ പന്നികളുടെ തീറ്റിപ്പാത്രത്തിൽ നിന്ന് തവിട് തിന്നുവാൻ ആഗ്രഹിച്ചതും ലഭിക്കാതിരുന്നപ്പോൾ ദുഃഖിച്ചതും അവനെ അപ്പന്റെ വീട്ടിലെ സന്തോഷത്തിലേക്ക് തിരിച്ചയച്ചു. പലവിധ പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം. പണസംബന്ധമായ ഞെരുക്കങ്ങളും തുടരെ ഉണ്ടാകുന്ന രോഗങ്ങളും കാരണം കൂടാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ശത്രുക്കളാകുന്നതുമെല്ലാം നമ്മുടെ നന്മയ്ക്കുള്ള മുഖാന്തരങ്ങൾ ആകാം. സമചിത്തതയും ധീരതയും ലഭിക്കുവാൻ പ്രയാസങ്ങൾ സഹായിക്കും. തടസ്സപ്പാറകൾ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണ്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ അതിനുള്ള കൃപ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേക്ക്.